വൻ വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തിയ മാർഗരേഖയുമായി NDA അവസാനഘട്ട പ്രചരണത്തിലാണ്. BJP ദേശീയ സെക്രട്ടറി അനിൽ ആൻ്റണിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. വലിയ വാഗ്ദാനങ്ങളാണ്. സാധാരണ രീതിയിൽ അങ്ങനെ ഒരു മാർഗരേഖയൊന്നും BJP തെരഞ്ഞെടുപ്പിൽ പുറത്തിറക്കാറില്ല. പ്രത്യേകിച്ച് 2 മെട്രോ ഉണ്ട്, ഇപ്പോൾ അതിവേഗ റെയിൽ ശൃംഖലയുണ്ട്, എയിംസ് ഉണ്ട്. അതായത് കേരളം ആഗ്രഹിക്കുന്ന കുറേയധികം വാഗ്ദാനങ്ങളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഈ വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട വിമർശനമായിട്ട് ഉയർന്നു വരുന്ന ഒന്ന് എയിംസിൻ്റെ കാര്യത്തിലാണ്. എയിംസിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ പരിഗണിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതിനെയൊക്കെ ഈ മാർഗരേഖ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് BJP നേരിടാൻ ഉദ്ദേശിക്കുന്നത്? NDA അല്ലാത്ത സംസ്ഥാനങ്ങൾക്കും എയിംസ് എല്ലാം അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇതിൻ്റെ നോംസ് ഉണ്ട്. അതായത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നോംസ് അനുസരിച്ച് 3 ലൊക്കേഷൻ കൊടുക്കണം, 3 ഓപ്ഷൻ കൊടുക്കണം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ഇതാണ് കാരണം. ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽക്ക് ഏറ്റവും ശക്തമായി ഉയർന്നു വന്ന പ്രതിപക്ഷ ആരോപണം, ആദ്യം പ്രതിപക്ഷമാണ് ഉന്നയിച്ചത്, പിന്നീട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഡീൽ ആരോപണവുമായിട്ട് വരികയായിരുന്നു. എന്തായാലും ഒരറ്റത്ത് BJP ഉണ്ട്. ഈ പറയുന്ന 2 പാർട്ടികളും ദേശീയ തലത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമാണ്. ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിയും എല്ലാവരും ഒരുമിച്ചാണ് BJPക്കെതിരെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും നേരിട്ടത്. ഇപ്പം കഴിഞ്ഞ ആഴ്ച തന്നെയാണ് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും എല്ലാം സീറ്റ് ഷെയറിങ് നടന്നത്. അതിൽ ഒരു മുന്നണിയുടെ ഭാഗമായിട്ടാണ് CPM-ഉം കോൺഗ്രസും മത്സരിക്കുന്നത്. ബീഹാറിലും രാജസ്ഥാനിലും ഡൽഹിയിലും എല്ലാം ഇതാണ് കണ്ടത്. എന്നിട്ട് കേരളത്തിൽ മാത്രം വരുമ്പോൾ പറയുന്നു ഇവർ തമ്മിൽ ഡീലാണ്. ഇത് ഒരു ചെറിയൊരു വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. BJP ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് നിയമമാണ്. STP ദേശീയ നേതൃത്വം തന്നെ അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥിയും പ്രാദേശിക നേതൃത്വവും ഒക്കെ തന്നെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. ഈ 2 മുന്നണികളും മറ്റ് വർഗീയ പാർട്ടികളുമായിട്ട്, ഇപ്പോൾ SDPI പോലെ വർഗീയ പാർട്ടികളുമായിട്ട് സന്ധി ചേർന്ന് ജയിക്കാനും അതുപോലെ BJPയെ പരാജയപ്പെടുത്താനും നോക്കുന്നുണ്ട്. അതൊരു വാസ്തവം തന്നെയാണ്. FCRA ആശങ്ക ക്രൈസ്തവ സഭകൾ ഇതിനോടകം തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് പാർലമെൻറ്റിൽ വരുമെന്ന് ഈ കഴിഞ്ഞ ദിവസം പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അത് മാറ്റിവെച്ചു. ഈ ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പരിഹരിച്ച ശേഷം മാത്രം അത് പാസ്സാക്കിയാൽ മതി, അല്ലെങ്കിൽ ചർച്ച ചെയ്താൽ മതി എന്നുള്ളൊരാവശ്യം സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് പോയി എന്ന് ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. ഓരോ ബില്ല് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ഏർലി സ്റ്റേജസാണ്. ഇതിപ്പം പാസ്സായിട്ടില്ല, പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ട് പോലുമില്ല. അപ്പം ഈ കാണുന്നതെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴുള്ള ചില പൊളിറ്റിസൈസേഷനാണ് കണ്ടുവരുന്നത്. ഇതിനു മുമ്പും സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നപ്പോഴും വഖഫ് അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നപ്പോഴും എല്ലാം ഇതേ പ്രതിപക്ഷം തന്നെ പറഞ്ഞിരുന്നു ഒരുപാട് പേരുടെ ലാൻഡ് പോവും, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് പോവും. പക്ഷേ ഒന്നും പോയിട്ടില്ല. അതെല്ലാം കൊണ്ടുവന്നത് നല്ല ഉദ്ദേശത്തോടെയാണ്. അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. ചില NGOs, അവർ ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് NGOs ഉണ്ട്. പക്ഷേ ചില NGOs വിദേശ ഫണ്ട് കൊണ്ടുവന്ന് അത് ട്രാൻസ്പെറൻസി ഇല്ലാതെ, സുതാര്യതയില്ലാതെ അത് വിനിയോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ചില ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു മതത്തിനെയോ അല്ലെങ്കിൽ മതത്തിനെതിരെയോ, ഇതിനൊരു റിലീജിയസ് ആസ്പെക്റ്റ് പോലും ഇല്ല. ഇതിന് ഒരു ലോ ആൻഡ് ഓർഡർ ആസ്പെക്റ്റും സെക്യൂരിറ്റി ആസ്പെക്റ്റും ഒക്കെയാണ് ഇതിലുള്ളത്. പക്ഷേ ഇതിൽ പ്രതിപക്ഷമല്ല ആശങ്ക ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം പ്രതിപക്ഷമാണെങ്കിൽ നമുക്കതിൽ രാഷ്ട്രീയം പറയാം. പക്ഷേ ഇതിൽ സഭകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശങ്കയാണ്. KCPC അടക്കം ഇതിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ രാഷ്ട്രീയം പറയാൻ കാണുമോ, അല്ലെങ്കിൽ കാണാൻ കഴിയുന്നുണ്ടോ? പുതിയ ബില്ല് കൊണ്ടുവരുമ്പോൾ പലർക്കും ആശങ്കകൾ വരും. അപ്പോൾ പക്ഷേ അത് ഡയലോഗ് വഴി നമ്മൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം. അതിൽ രാഷ്ട്രീയമുണ്ട്, ചിലവർക്ക് രാഷ്ട്രീയമുണ്ട്. പക്ഷെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും. താങ്ക് യു. തീർച്ചയായിട്ടും FCRA ആശങ്കകൾ പരിഹരിക്കും. ഒപ്പം തന്നെ മാർഗരേഖ മുന്നോട്ട് വെച്ചുകൊണ്ട് എയിംസ് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് സർക്കാർ ഉണ്ടാക്കിയാൽ ആദ്യഘട്ടത്തിൽ തന്നെ നടപ്പിലാക്കും എന്നുകൂടിയാണ് BJP ദേശീയ സെക്രട്ടറി അനിൽ ആൻ്റണി പറഞ്ഞത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ ഹരിമോഹൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.